ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്. ഏത്തപ്പഴം വെച്ചിട്ട് പഴം നുറുക്ക് വിളയിച്ചത്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോളം ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കശുവണ്ടി, മുന്തിരി ആദ്യം തന്നെ എടുത്തു വയ്ക്കാം. തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് 1/2 മുറിയോളം. അത്രയും ആവശ്യമില്ല, എങ്കിലും എടുത്തതാണ്. പഞ്ചസാരയുണ്ട്. നറുനെയ്യ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അമൂലിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പഴമൊന്ന് ചെറിയ നുറുക്ക് കഷ്ണങ്ങളായിട്ട് എടുക്കാം. പഴം നുറുക്ക് വിളയിച്ചത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പേര്. നാട്ടിൻ പ്രദേശത്തെ ഒരു പലഹാരമാണിത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നടുകെ മുറിച്ചിട്ട് വേണം ഇതുപോലെ കഷ്ണങ്ങളാക്കാൻ. ഒരുപാട് നൈസായ കഷ്ണങ്ങളാക്കരുത്, കുറച്ച് കട്ടിയോട് കൂടി കഷ്ണങ്ങളാക്കുക. ഇനി നമുക്കിത് വിളയിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വയ്ക്കാം. പാത്രം നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം നല്ല നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലപോലെ ഉരുകി വരട്ടെ. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഫ്ലെയിം കുറയ്ക്കരുത്. പഴനുറുക്ക് ഇട്ട് കൊടുക്കുമ്പോഴും തീ കുറയ്ക്കരുത്. നല്ല ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായ ശേഷം നമുക്ക് ഈ പഴനുറുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് വിളയിച്ചെടുക്കാം. പഴനുറുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തീ കുറയ്ക്കരുതെന്ന്, അതിൻ്റെ ഫ്ലെയിം കുറയ്ക്കരുതെന്ന് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഴം ഇടുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് എണ്ണ ഇങ്ങനെ ചേർന്ന് പിടിക്കും. എണ്ണ കുടിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഈ പഴനുറുക്കിലേക്ക് എണ്ണ കുടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് വീണ്ടും ഒരു അത്ര സുഖം ഉണ്ടാവില്ല, അതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടില്ല ലാസ്റ്റ് ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളിത് നല്ല ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അതിൻ്റെ ഒരു കളർ മാറുന്ന അവസ്ഥ വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അധികം ഉടഞ്ഞു പോവാതെ തന്നെ ഇതൊന്നൊന്നായിട്ട് വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ തന്നെ നമുക്കത് കിട്ടണം. അത്യാവശ്യം നല്ല പോലെ വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം കശുവണ്ടി പൊടിക്കാനെടുക്കാം. കശുവണ്ടി പൊടിച്ച് മാറ്റിയ ശേഷം നമുക്ക് മുന്തിരി ചേർത്ത് വയ്ക്കാം. മുന്തിരി വറുത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം ഈ എണ്ണയിൽ കിടന്ന് തന്നെ മുന്തിരി നന്നായിട്ട് റോസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ കശുവണ്ടി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി കേട്ടോ, അധികം നൈസായിട്ടൊന്നും പൊടിച്ചെടുക്കണം എന്നില്ല. എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല പച്ച തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ചേർത്ത് നല്ല പോലെ വഴറ്റുക. തേങ്ങയും പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി കേട്ടോ. തേങ്ങയൊക്കെ അധികം വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ തേങ്ങ കുറച്ചുകൂടെ ഇടാം. ഞാനിവിടെ ഒരു 2.5 പിടിയോളം തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. മധുരം വളരെ ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അളവ് അനുസരിച്ച്, അതൊക്കെ നമ്മുടെ ചോയ്സാണ്, അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ നല്ല പോലെ വഴറ്റിയെടുക്കാം. പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ ചെറിയ തീയിൽ തന്നെ നമ്മൾ വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കാരമൽ പോലെ കട്ടി പിടിച്ച് പോകും. പഞ്ചസാര ഉരുകി ചേർന്നിട്ട് ചെറിയ രീതിയിൽ ഇത് ഉരുകി ചേർന്ന് നമുക്ക് നമ്മുടെ പഴനുറുക്കിലേക്ക് ചേർന്ന് പിടിച്ചാൽ മതി. അതുകൊണ്ട് തീ കുറച്ചിടണം കേട്ടോ. തിരിച്ചു മറിച്ചു വിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി ഉടഞ്ഞു പോവരുത് കേട്ടോ, ഉടഞ്ഞു പോവാതെ വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇത് നാട്ടിൻ പ്രദേശത്തെ ഒരു വളരെ രസകരമായൊരു പലഹാരമാണ്. എന്താ രസകരം എന്ന് പറയാൻ കാരണം, പണ്ടൊക്കെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് വീട്ടിലുണ്ടാക്കുന്ന ഒരു പലഹാരത്തിൽ മെയിൻ ഒരു വിഭവമാണിത്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഒരു ചരിത്രവും കൂടി ഈ ഒരു പലഹാരത്തിനുണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ പഴം ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ പഴമുണ്ട്, അത്യാവശ്യം പഴുത്ത പഴമാണെങ്കിൽ ഇതുപോലെ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കി വെക്കാം. കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. തുടർന്നും നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ.